ഇന്ന് നമ്മളെ സ്റ്റീം ചിക്കൻ കഴിക്കാൻ പോയാലോ? ഈ സ്റ്റീം ചിക്കൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹെൽത്തി തന്നെ കേട്ടോ. ചിക്കൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കനിൽ നമ്മൾ ഈ പച്ച മസാലകളാണ് ഉണ്ടാവുക. പച്ച എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അരച്ചുണ്ടാക്കിയിട്ടുള്ള സാധനമാണ്. പച്ചമല്ലി അങ്ങനെയൊക്കെ അരച്ചിട്ടുള്ള സാധനം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് സാധനം. വരി പോയി നമുക്ക് ഒന്നിച്ച് പോയിട്ട് കഴിക്കാം. സമൂസ എങ്ങനെയുണ്ട്? ഉഷാറാ. ഈ സ്റ്റീം ചിക്കൻ എങ്ങനെയത്? ഇതിന് മസാല കാര്യങ്ങളൊക്കെ എത്ര? പച്ച മസാലകള്. സ്റ്റീം ചിക്കൻ അരച്ചിട്ട് അത് എത്ര സ്റ്റീം ചെയ്യണത്? 2 മണിക്കൂർ 2 മണിക്കൂർ സ്റ്റീം വേണം അല്ലേ? ഇത് മസാല ചെയ്യാൻ ടൈമുകളൊക്കെ ഉണ്ടോ? ഇല്ല, ഒരു 3/4 മണിക്കൂർ മസാല സ്റ്റീം ചെയ്തിട്ട് ചെയ്യുന്നതാണ് അല്ലേ? ഇതിന്റെ രുചി കാര്യങ്ങള് അങ്ങനെ പൊറാട്ട എടുക്കാം. ചിക്കന്റെ പ്രത്യേകതയാണ് കണ്ട. എല്ലാം ഒന്നിട്ട നോക്ക ടേസ്റ്റ്. ഇതിൽ പച്ച മസാല എന്ന് പറയുന്നത് എല്ലാം അരച്ചിട്ടുള്ള പച്ച സാധനങ്ങൾ, പച്ച കൊത്തമ്പാല്, ഈ മല്ലിച്ചപ്പ്, അതൊക്കെ ഫുള്ള് അരച്ചിട്ടുള്ള സാധനം കേട്ടോ. അതിൻ്റെ മസാലേൻ്റെ ടേസ്റ്റാണ് ഇതിൽ കിട്ടുന്നത്. അടിപൊളിയാണ്. നമ്പർ 1 ടേസ്റ്റാണ്. ഇനി ഇതിലൊന്ന് നോക്കുക ജ്യൂസിൽ. ഇതിനിപ്പോൾ ഈ മയോണീസ് ഒക്കെ ഉണ്ട്, പിന്നെ കറികളൊക്കെ ഉണ്ട്. അതിൻ്റെ ആവശ്യമില്ല. ഇത് തന്നെ ഈ പച്ച മസാല നല്ല ടേസ്റ്റാണ്. ഇതൊന്നും പറയാ നമ്പർ 1 സംഭവം കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഈ വഴിയൊക്കെ പോകുമ്പോൾ ഒന്ന് കയറുന്നത് മലപ്പുറം ജില്ലയിലാട്ടോ. മലപ്പുറം ജില്ലയിൽ നമ്മളെ തിരൂരിനും കടുങ്ങാത്തുകൊണ്ടിനും കൂടിയുള്ള ഉള്ളിലൊരു സ്ഥലമാണ് വില്ലുംപടി. അത് കടുങ്ങാത്തുകൊണ്ടുനിന്ന് തിരൂരിലേക്ക് പോണ ഒരു റോഡാണ്. ഇനി നമ്മൾ കറി എടുത്തിട്ട് ഒന്ന് കഴിച്ചു നോക്കാം ഇതിൻ്റെ ടേസ്റ്റുകളൊക്കെ. കറി ചിക്കൻ കറിയാണ്, നല്ല ടോപ്പ് കറിയാണ് ചിക്കൻ്റെ. പക്ഷെ ഇത് ഈ കറിയിലൊന്നും ആവശ്യമില്ല. ഇതിലുള്ള ഈ മസാല മതി. ഇതൊരു സംഭവം തന്നെ കേട്ടോ ഈ സ്റ്റീം ചിക്കൻ. നമ്പർ 1 ഒന്നും പറയാനില്ല. അപാര ടേസ്റ്റ് കേട്ടോ. ഇതിൽ ഞാൻ രണ്ടാമത് എടുത്ത് പറയുന്നത് ഒരു പറഞ്ഞാൽ പച്ച മസാല എന്ന് പറഞ്ഞെങ്കിൽ പച്ച മസാല, പച്ച കൊത്തമ്പാരി അതൊക്കെ ഇവിടെ അരച്ചതാണ് സംഗതി. അരച്ചിട്ടുള്ള സംഗതിയാണ് സ്റ്റീം ചെയ്ത്. അതിൻ്റെ ടേസ്റ്റ് പ്രത്യേകമായിട്ട് നമുക്ക് വായൽ അടിപൊളിയാണ്. എന്താ പറയുക, അത് വെക്കുമ്പോൾ തന്നെ അതിൻ്റെ ടേസ്റ്റ് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 1 തമാം ഹോട്ടലിൻ്റെ ഓണർമാരാണിത് എന്ന് പറഞ്ഞെങ്കിൽ. എത്രയായി ഇവിടെ ഈ ഹോട്ടലിൽ? 2 വർഷം. ഇവിടുത്തെ സ്പെഷ്യലി ആണ് സാധനം. സ്പെഷ്യലാണ് ഇപ്പോഴത്തെ ആവി ചിക്കൻ, ഷവർമ സ്പെഷ്യലി വരുന്നത്. ഈ 2 സാധനമാണ് ഉള്ളതല്ലേ? ഫിഷ് ഐറ്റംസ് ഒക്കെ വരാണ്ട്. 2 വർഷമായി ഫിഷ് ഉണ്ട്. പിന്നെ വേറെ എന്തൊക്കെയാ ഇവിടെ? ബിരിയാണി അങ്ങനെ എന്തെങ്കിലും? ബിരിയാണി ഉണ്ട്, അൽഫാം ഉണ്ട്, പൊരിക്കടി, ബർഗറിന്റെ ഞങ്ങള് കുറച്ച് എടുത്തിട്ടുണ്ട്. പൊരിക്കടി വെറൈറ്റി സ്നാക്സ് കാര്യങ്ങളൊക്കെ അതാണ്.
ഇരിക്കാൻ സീറ്റുകളൊക്കെ ഉണ്ടാ, സീറ്റുകളൊക്കെ അത്യാവശ്യം ഉണ്ട്. ചെറിയ ഷോപ്പാണെന്നുണ്ടെങ്കിലും ഉണ്ടാ, സീറ്റുകളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. പിന്നെ ഭക്ഷണം അടിപൊളിയാട്ടാ. സ്റ്റീം ചിക്കൻ ഒന്നും പറയില്ല, അത്ര രുചിൻ്റെ മസാല അടിപൊളിയാണ്. സ്റ്റീം ചിക്കൻ കിട്ടുന്ന ഷോപ്പാട്ടാ. കണ്ടാ, ഹോട്ടൽ തമ്മാം. ഇത് സ്ഥലം നമ്മളെ ഇരിങ്ങാവൂർ മില്ലമ്പടി എന്ന് പറഞ്ഞ സ്റ്റോപ്പാണ്. മില്ലമ്പടി കണ്ട, ഇത് ആ കാണുന്നത് നമ്മളെ തിരൂർക്കുള്ള റോഡാണ്. തിരൂർക്കുള്ള റോഡാണ്, പയ്യനങ്ങാടിയിൽ നിന്ന് വരുന്ന റോഡാണ് ആ റോഡ്. പിന്നെ കണ്ടില്ലേ അവിടെ ആ റോഡ് കാണുന്നത് നമ്മളെ കടിങ്ങാത്തുമ്പിൽ നിന്ന് തിരൂർക്ക് വരുന്ന റോഡാണ്. തിരൂരിൽ നിന്ന് വരുന്ന റോഡാണിത്. ഹോട്ടൽ തമ്മാം.